നമസ്കാരം. 2025 പൊതുവെ സമാധാനപരമായ ഒരു വർഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകം മൊത്തം അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്. എന്നാൽ 2025 അവസാനം, അതായത് ഡിസംബർ 27 തമിഴ്നാട്ടിലെ തീർത്ഥണി എന്ന സ്ഥലത്ത്, ഇത് ചെന്നൈക്ക് അടുത്തുള്ള ഒരു ക്ഷേത്ര നഗരം എന്നൊക്കെ വിളിക്കാം, നഗരമല്ല, ഒരു ചെറിയ വില്ലേജ്, ഒരു അമ്പലത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു ഒറീസക്കാരനായ പയ്യൻ, സൂരജ് എന്നാണ് അവൻ്റെ പേര്. അവൻ ചെന്നൈയും പരിസര പ്രദേശങ്ങളിലും ജോലി ചെയ്തു വരികയാണ്. അവൻ ഈ ഡിസംബർ 27 തീർത്ഥണ്ണിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ട്രെയിനിൽ, ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നു. അതേ കമ്പാർട്ട്മെൻറ്റിലേക്ക് 4 തമിഴ് പയ്യന്മാർ വരുന്നു. അവരുടെ കയ്യിൽ വടിവാളുണ്ടായിരുന്നു. ആ വടിവാൾ ഉപയോഗിച്ച് ഇവനെ കുത്തുകയും വെട്ടുകയും എല്ലാം ചെയ്യുന്നത് പോലെ ആക്ഷൻ കാണിക്കുന്നു. അതിൻ്റെ വീഡിയോസ് എടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഷോക്കിന് ശേഷം ഈ സൂരജ് അതിനോട് പ്രതികരിച്ചു. അവനതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അത് ഇവരെ കൂടുതൽ ആവേശഭരിതരോ ദേഷ്യമുള്ളവരോ ഒക്കെ ആക്കി മാറ്റുന്നു. അങ്ങനെ ആ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചതിനെ ഇവർ അവിടുന്ന് തന്നെ അടിക്കുന്നുണ്ട്. അതിനുശേഷം പതിയെ ഈ ട്രെയിൻ തീർത്ഥണ്ണി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ ബലം പ്രയോഗിച്ച് ഈ പയ്യനെ ഈ 4 പേർ ചേർന്ന് ട്രെയിനിൽ നിന്നും പുറത്തിറക്കി റെയിൽവേയുടെ തന്നെ ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു, ബിൽഡിങ്ങിനടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പിന്നെ അങ്ങോട്ട് ആക്ഷനല്ല, ശരിക്കും ഇവനെ അവർ വെട്ടുകയാണ്. തലയ്ക്ക്, കൈക്ക്, കാലിന് എല്ലാം വെട്ടുകയാണ്. ഏതാണ്ട് 30ഓളം വെട്ടുകളാണ് ഈ സൂരജിന് ഈ 4 പയ്യന്മാരിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. ഇതിൻ്റെ എല്ലാം വീഡിയോ കൃത്യമായിട്ട് ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഈ 4 പേര് തന്നെ. അങ്ങനെ ഏതാണ്ട് അബോധാവസ്ഥയിലെത്തുന്നു ഈ പയ്യൻ. അബോധാവസ്ഥയിലെത്തി അവനെ അവിടെ ഉപേക്ഷിച്ച് ഇവർ കടന്നു കളയുന്നു. പിന്നീട് എപ്പോഴോ ബോധം വരുന്ന സമയത്ത് ഇവൻ അടുത്തുള്ള റോഡിലേക്ക് പതിയെ എത്തുന്നു. അവിടെ കുറച്ച് ആളുകൾ ഇവനെ കാണുന്നു. അവർ അവനെ ആശുപത്രിയിൽ എത്തിക്കുന്നു, പോലീസിൽ അറിയിക്കുന്നു. അങ്ങനെയാണ് ഈ സംഭവം പുറം ലോകം പതിയെ അറിഞ്ഞു തുടങ്ങിയത്. പോലീസ് അന്ന് രാത്രി തന്നെ ഈ 4 പേരെയും കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസ് ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പത്രസമ്മേളനം നടത്തി പോലീസ് അടുത്ത ദിവസം തന്നെ ഇതിനെപ്പറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് പോയാൽ, പോലീസ് ആൻസർ ചെയ്ത ആ ചോദ്യങ്ങളിലേക്ക് പോയാൽ, ആദ്യത്തെ ചോദ്യം ഈ 4 പേർ ആരാണ് എന്നുള്ളതാണ്. ഈ 4 പേരും സ്കൂൾ പോകാൻ പ്രായമുള്ള കുട്ടികളാണ്. അതായത് മൈനേഴ്സാണ്. 16, 17, 15 വയസ്സെല്ലാം ഉള്ള കുട്ടികളാണ്. സ്വാഭാവികമായും അടുത്ത ചോദ്യം എന്തിന് എന്നുള്ളതാണ്. ഇവരോട് എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? ഈ സൂരജിനോട് ഈ 4 പേർക്കും എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? ഇവർക്ക് മുൻവൈരാഗ്യം പോയിട്ട് മുൻ പരിചയം പോലും ഇയാളെ ഇല്ല. ഇങ്ങനെ ആക്രമിച്ച് വീഡിയോ എടുത്തതിൻ്റെ ഉദ്ദേശം റീൽസ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടിയാണ് ഇവർ തുടക്കത്തിൽ ആക്ഷൻ കാണിക്കാനും പിന്നീട് അത് ഒരു ഡിഫൻസിലേക്ക് വന്നപ്പോൾ അയാളെ ശരിക്കും അറ്റാക്ക് ചെയ്ത് വീഡിയോ എടുക്കാനും തുടങ്ങിയത്. ഈ വീഡിയോസ് എല്ലാം ഇവർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട് അതേ ദിവസം. അങ്ങനെയാണ് പോലീസിന് വളരെ എളുപ്പത്തിൽ ഇവരെ പിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വെറും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പാവം പയ്യനെ ഇവർ ഇതുപോലെ ആക്രമിച്ചത്. അടുത്ത ചോദ്യം, ഇവർക്ക് എങ്ങനെ ആ സമയത്ത് കൃത്യമായ ആയുധം കിട്ടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ എങ്ങനെ ഒരു വടിവാൾ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനും അവർ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. ഇവർ 4 പേരും ഒരു ഗ്യാങ്ങാണ്. ഇതുപോലെ വേറെ ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിൻ്റെ കയ്യിലും വടിവാളുകളും മറ്റ് ആയുധങ്ങളുണ്ട്. അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇവർ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ വടിവാൾ കൊണ്ട് നടക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. ആലോചിച്ച് നോക്കണം, സ്കൂളിൽ പഠിക്കേണ്ട പ്രായത്തിലുള്ള 16, 17 വയസ്സുള്ള കുട്ടികളുടെ കയ്യിലാണ് ഗ്യാങ് വാറിന് വേണ്ടി ആയുധങ്ങൾ. അവർ ആയുധവും ക്യാരി ചെയ്ത് നടക്കുന്നു, കാണുന്നവരെയൊക്കെ ആക്രമിക്കുന്നു, വീഡിയോ എടുക്കുന്നു, ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തോന്നും ഇത് ആദ്യത്തെ സംഭവമാണെന്ന്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കിയാൽ മനസ്സിലാവും ഇത് ആദ്യത്തേതല്ല. ശരിക്കും ഫിസിക്കലായി ആക്രമിക്കുന്നത് ആദ്യത്തെയാണ്, പക്ഷേ ആളുകളെ പേടിപ്പിച്ച് വീഡിയോ എടുക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് വളരെ പ്രായമായ ഒരാളെ ഇതുപോലെ നിർത്തി വെട്ടുന്ന പോലെ ആക്ഷൻ കാണിച്ച് വീഡിയോ എടുത്ത് അയാളെ പേടിപ്പിക്കുന്ന വീഡിയോ ഉണ്ട്. അങ്ങനെ ഒത്തിരി വീഡിയോസിൻ്റെ പുറകിലുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം ID മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതിലൂടെ അവർക്ക് ഇനിയും റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റു കുട്ടികൾ ഇത് കാണാനുള്ള അവസരം ഉണ്ടാവേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ്. പോലീസുകാരോടുള്ള അടുത്ത ചോദ്യം, ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടിരുന്നോ എന്നാണ്. അതിന് വ്യക്തമായ ഒരു ഉത്തരം പോലീസ് കൊടുത്തില്ല. അദ്ദേഹം പറയുന്നത്, ആ പോലീസ് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞത്, അല്ലായിരിക്കാം. കാരണം ഇവരെ പോലീസ് പിടിക്കുമ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു പരിശോധന നടത്തി കണ്ടെത്താൻ ഒരുപക്ഷെ കഴിയില്ലായിരിക്കാം. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആണെന്നോ അല്ലെന്നോ ഒരു മറുപടി പോലീസ് നൽകുന്നില്ല. പക്ഷേ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഒരു സാധാരണ ബുദ്ധിയിലുള്ള ഒരാൾ, ഒരു ലഹരിക്ക് അടിമപ്പെടാത്ത ഒരു ആൾ അല്ലെങ്കിൽ കുറച്ച് പേർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യും, ഒരു കാരണവുമില്ലാതെ, ഒരു മോട്ടീവുമില്ലാതെ ഒരാളെ ഇങ്ങനെ ആക്രമിക്കും എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും
കൺസേണിംഗ് ആയിട്ടുള്ള ഫാക്ടർ നമ്മുടെ കുട്ടികൾക്ക് എത്ര എളുപ്പത്തിലാണ് ഇത്ര മാരകമായ ഇങ്ങനെ ഒരാളെ ചെയ്യാൻ മാത്രം ലെവലിലുള്ള ലഹരി വസ്തുക്കൾ ലഭിക്കുന്നത് എന്നുള്ളത്. പിന്നെ എന്ത് സംഭവിച്ചു, സൂരജിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. സൂരജ് 3-4 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം അവൻ പൂർണ്ണമായും റിക്കവറൊന്നും ആയിട്ടില്ല. ധാരാളം വെട്ടുകളുണ്ട്, ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ റിക്കവർ ആവാൻ മാസങ്ങളെങ്കിലും എടുക്കും. അവൻ്റെ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നാൽ 4-ാമത്തെയോ 5-ാമത്തെ ദിവസം സൂരജ് പറഞ്ഞത് എനിക്ക് വീട്ടിലേക്ക്, എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചു വിട്ടു. ഈ കേസിന് ഇനി എന്ത് സംഭവിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം ഈ കേസിന് ഇനിയൊരു വാദി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം അവൻ തൻ്റെ നാട്ടിലേക്ക് പോയി. ഇനി ഈ കേസ് പറയാൻ വേണ്ടി അവൻ തിരിച്ചു വരും എന്ന് യാതൊരു സാധ്യതയുമുള്ള കാര്യമല്ല. 2, ഈ കേസിന് സാക്ഷികളില്ല. ഈ കേസിലെ പ്രതികളെല്ലാം മൈനറാണ്. തെളിവുകളുടെയും വാദിയുടെയും എല്ലാം അഭാവത്തിലും വളരെ ഈസി ആയിട്ട് ഈ പ്രതികൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് നമ്മുടെ നിയമവ്യവസ്ഥിതി വെച്ച് തോന്നുന്നത്. ഇനി ഇവിടെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഒന്ന് കോടതിയാണ്. വാദിയില്ലെങ്കിലും സാക്ഷികളില്ലെങ്കിലും ഈ കാബാലികന്മാർ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോഴും തെളിവാണ്. അത് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്ന് തോന്നുന്നു. എന്നാൽ കൂടി അത് മെറ്റയുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും. ആ ഒരു വീഡിയോ ഉപയോഗിച്ച് പരമാവധി ശിക്ഷ ഇവർക്ക് നൽകാൻ കഴിയുന്നത് ഇവിടുത്തെ കോടതിക്ക് മാത്രമാണ്. കോടതി ഇവർക്ക് സ്വമേധയാ ശക്തമായ ശിക്ഷ നൽകും എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ഭയങ്കര കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കേസാണ് എന്ന് പറഞ്ഞത് പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഒന്ന്, ഇത്ര ചെറിയ കുട്ടികൾക്ക് എങ്ങനെ യാതൊരു വൈരാഗ്യവും ഇല്ലാത്ത ഒരാളോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഇവർക്ക് ഈ ലഹരി വസ്തുക്കൾ എങ്ങനെ ഇത്ര ഈസി ആയിട്ട് അവൈലബിൾ ആകുന്നു? ഇവരിങ്ങനെ ഗ്യാങ് കൂടി നടന്നിട്ട് ഇതുപോലത്തെ വീഡിയോകൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ട് ഒരാൾ പോലും അവരോട് ചോദിച്ചില്ല, അല്ലെങ്കിൽ അവർ ഇതിനു മുൻപ് പിടിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട്? മറ്റൊരു കാര്യം, ഇതൊരു ലഹരിയുടെ മാത്രം തലയിൽ എഴുതി വയ്ക്കാനും കഴിയില്ല. ഇതൊരു റേസിസത്തിൻ്റെ ഫാക്ടർ കൂടെ ഇതിലുണ്ട്. ഒരുപക്ഷെ ആ സൂരജ് ഒരു തമിഴ്നാട്ടുകാരനായിരുന്നെങ്കിൽ, ഒരു തമിഴ് സംസാരിക്കാൻ കഴിയുന്ന ആളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ലെവലിലേക്കൊന്നും ഇത് പോവുകയില്ല. റേസിസം എന്ന ഫാക്ടർ നമ്മുടെ നാട്ടിൽ നന്നായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. അത് വെള്ളക്കാരൻ കറുത്തവർഗ്ഗക്കാരനോട് ചെയ്യുമ്പോഴും, കാനഡക്കാരൻ ഇന്ത്യക്കാരനോട് ചെയ്യുമ്പോഴും, ന്യൂസിലാൻഡുകാരൻ ഇന്ത്യക്കാരനോട് ചെയ്യുമ്പോഴും മാത്രമല്ല, തമിഴൻ മലയാളിയോടോ, മലയാളി തമിഴിനോടോ, സൗത്ത് ഇന്ത്യക്കാരൻ നോർത്ത് ഇന്ത്യക്കാരനോട് ചെയ്യുമ്പോഴും ഇതെല്ലാം റേസിസമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമുക്കും കഴിയില്ല. 2 ആഴ്ച മാത്രമായിട്ടുള്ളൂ ഒരു നോർത്ത് ഇന്ത്യക്കാരനെ നമ്മുടെ പാലക്കാട് ആൾക്കൂട്ട കൊലപാതകം നടത്തിയിട്ട്. മറ്റൊരു പ്രധാന കാര്യം, നമ്മളെ എതിർക്കാൻ കഴിയില്ല, നമ്മൾക്ക് തിരിച്ചൊരു തള്ളുപോലും നമുക്ക് തരാൻ കഴിയില്ല എന്ന് മനസ്സിലാകുന്ന ഒരാളെ ഇങ്ങനെ ആക്രമിക്കാൻ എങ്ങനെയാണ് കഴിയുക? ഈ ഒരു സൂരജ് എന്ന പയ്യൻ, അല്ലെങ്കിൽ പാലക്കാട് കൊല്ലപ്പെട്ട ആ മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിൽ കൊല്ലപ്പെട്ട മധു, ഇവരെല്ലാം കടന്നു പോയിട്ടുള്ള ഒരു ട്രോമ, ഒരു മാനസിക അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കൂട്ടം ആളുകളെ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ മരിച്ചു പോവുക, അല്ലെങ്കിൽ സൂരജിൻ്റെ കേസിൽ വെട്ടുകൊണ്ട് അബോധാവസ്ഥയിലേക്ക് പോവുക. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് മനുഷ്യന് മറ്റൊരാളെ ആക്രമിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ പാലക്കാട് കേസ് തന്നെ എടുത്തോട്ടെ, അയാളൊരു മോഷ്ടാവായിക്കോട്ടെ, അയാൾ എന്ത് മോഷ്ടിച്ചിട്ടുണ്ടാവട്ടെ, പക്ഷെ അവരെ കൂട്ടം കൂടി തല്ലിക്കൊല്ലാനുള്ള അവകാശം നിയമം വിട്ടേക്കും. മാനസികമായ ഒരു അവസ്ഥ ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇവരാരും സ്വാഭാവികമായ മെൻ്റൽ സ്റ്റേറ്റിൽ നിന്നാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ അവർ ഭ്രാന്തന്മാരാണ്, മാനസികമായി അത്രയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണുള്ളത്, അല്ലെങ്കിൽ ഏതോ കടുത്ത ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. അവർ രോഗിയാണെങ്കിൽ തീർച്ചയായും പിടിച്ച് പ്രാന്താശുപത്രിയിൽ ഇടണം, അല്ലെങ്കിൽ ചികിത്സ നൽകണം, അല്ലെങ്കിൽ ഈ ലഹരിയുടെ സോഴ്സ് കൃത്യമായി കണ്ടെത്തണം. ഈ ലഹരിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് തന്നെയാണ് ഞാൻ, ഇവിടെ നടക്കുന്ന 90% പ്രശ്നങ്ങൾക്കും കാരണം പലതരത്തിലുള്ള ലഹരികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് ശക്തമായ ഒരു നിയന്ത്രണം വരുത്താൻ, അതിൻ്റെ സോഴ്സിൽ നിന്ന് അത് കട്ട് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ സിസ്റ്റവും വിചാരിച്ചാൽ വളരെ ഈസിയായി നടക്കും. അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും കൺസേണിംഗ് ആയുള്ള ഫാക്ടർ. ഒപ്പം റേസിസവും. ഈ 2 കാര്യങ്ങളും സമൂഹത്തിൽ നിന്നും ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചു. നമ്മൾ 2026 എത്തി. ഈ 2 കേസിലും കോടതി ശക്തമായി ഇടപെടും. അവർക്ക് ആവശ്യമായ ശിക്ഷ ലഭിക്കും. ഇതിൻ്റെ റൂട്ട് കോസ് കട്ട് ചെയ്യാനുള്ള ഒരു ആർജവം ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ കാണിക്കും എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.